ഈട്ടി എന്ന് പറയുന്ന മരം, അത് റോസ് വുഡ് എന്നാണ് അതിനെ പറയുന്നത്. കടുനിറമാണ്, ഈട് നിൽക്കുന്നതാണ്. സെയിം തന്നെ നന്നായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്നു, രൂപമാറ്റം സംഭവിക്കാത്തത്. അതുപോലെ സീസണിങ്ങിന് ശേഷമുള്ള അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7900 ന്യൂട്ടൺ പെർ mm³ ആണ്. എഞ്ചിനീയറിംഗ് നിർമ്മാണ ജോലികൾക്ക് ഏറ്റവും പറ്റിയ മരമാണ്. അതുപോലെ ഇത് ലഭ്യമാകുന്ന സ്ഥലങ്ങൾ കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം എന്തിനാണ്? മുന്തിയ തരം ഫർണിച്ചർ, ക്യാബിനറ്റ് നിർമ്മാണം, അതുപോലെ ഈടും ഉറപ്പും വേണ്ട എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വീട്ടി ഉപയോഗിക്കുന്നുണ്ട്, റോസ് വുഡ്. ഇതുകൊണ്ട് സെയിം ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്ക് സെയിം തന്നെയാണ് പറയുന്നത്. സാലായാലും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. നല്ല ഈട് നിൽക്കുന്നതാണ്, സ്ട്രോങ് ആണ്. വളരെ ശ്രദ്ധയോടെ സീസണിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ സാലിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഇത് നന്നായിട്ട് നമുക്ക് പോളിഷ് ചെയ്യാനാവില്ല എന്നാണ് പറയുന്നത്. സീസണിങ്ങിന് ശേഷം 12% ഈർപ്പമുള്ളപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8000 ന്യൂട്ടൺ പെർ mm² ആണ്. അത് കിട്ടുന്ന സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് ഈ സാല് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കേരളത്തിൽ അധികം ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. കപ്പൽ, പാലം, റെയിൽ സ്ലീപ്പർ തുടങ്ങിയ നിർമ്മാണത്തിനാണ് കൂടുതലായിട്ട് സാല് വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സിസോ, പിന്നെ കടും തവിട്ട് നിറമാണ്, ഈട് നിൽക്കുന്നതാണ്. സെയിം തന്നെ നന്നായി പോളിഷ് ചെയ്യാനും ഒക്കെ പറ്റും, രൂപമാറ്റം സംഭവിക്കുന്നില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ സീസണിങ്ങിന് ശേഷമുള്ള അതിൻ്റെ വെയിറ്റ് പറയുന്നുണ്ട്. എത്രയാണ്? 7700 ന്യൂട്ടൺ പെർ mm³. പിന്നെ അത് കിട്ടുന്ന സ്ഥലങ്ങളും മഹാരാഷ്ട്ര, ബംഗാൾ, ഉത്തർപ്രദേശ്, മൈസൂർ, ഒറീസ എന്നിവിടങ്ങളിലാണ് കണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫർണിച്ചർ, പ്ലൈവുഡ്, പാലം, റെയിൽവേ ഗാരേജ്, അതുപോലെ തന്നെ സ്പോർട്സ് സാധനങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സിസോ വുഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബാബുൽ, വെള്ള കലർന്ന ചുവപ്പ് നിറമാണ്, ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, നന്നായി പോളിഷ് ചെയ്യാൻ പറ്റും. സീസണിങ്ങിന് ശേഷമുള്ള അതിൻ്റെ വെയിറ്റ് 8350 ന്യൂട്ടൺ പെർ mm³ ആണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബംഗാൾ, മദ്രാസ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലായിട്ടാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നത്? ചക്രങ്ങൾ ഉണ്ടാക്കാനും, കാർഷിക ഉപകരണങ്ങൾ, കൈപ്പിടി, ബോട്ട് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ഈ ബാബുൽ എന്ന് പറയുന്ന മരം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഏതാണ്? ടൂൺ എന്ന് പറയുന്നൊരു മരം. അതിൻ്റെ നിറം പറയുന്നുണ്ട്, ചുവപ്പ് കലർന്ന ഒരു തവിട്ട് നിറമാണെന്ന് പറയുന്നു. സീസണിങ്ങിന് ശേഷമുള്ള അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 5300 ന്യൂട്ടൺ പെർ mm³ ആണ്. ഇത് ആസാമിലാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറും, പേക്കിംഗ് ബോക്സ്, ക്യാബിനറ്റ്, ഡോർ പാനൽ, റെയിൽവേ ഗാരേജ്, സംഗീതോപകരണങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റെഡ് സെഡർ എന്ന് പറയുന്ന ഒരു വുഡാണ്. അതിൻ്റെ നിറം തന്നെ ചുവപ്പാണ്, പേര് പോലെ തന്നെ. പിന്നെ അത് സോഫ്റ്റ് വുഡാണെന്നാണ് പറയുന്നത്. ഇത് മൃദുവായതാണ്, എന്നാൽ ഡ്യൂറബിലിറ്റി ഉള്ളതുമാണ്. സീസണിങ്ങിന് ശേഷം 12% ഈർപ്പമുള്ളപ്പോൾ അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 4800 ന്യൂട്ടൺ പെർ mm³ ആണ്. ഇത് ആസാമിലും നാഗ്പൂരിലാണ് ഈ മരം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഫർണിച്ചർ ഉണ്ടാക്കാനും, പാലങ്ങൾ വയ്ക്കാനും, ഡോർ പാനൽ ഉണ്ടാക്കാനും, റെയിൽവേ സ്ലീപ്പർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹോപ്പിയ എന്ന് പറയുന്നൊരു മരം. തവിട്ട് നിറമാണുള്ളത്, ബലമുള്ളതാണ്, ഈട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നത് മദ്രാസിലും കേരളത്തിലുമാണ് കാണുന്നത്. നമ്മൾ റെയിൽവേ സ്ലീപ്പറിനും, ബോട്ട് നിർമ്മാണത്തിനും, സാധാരണ വീടുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും. അത് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു അല്ലേ? മരത്തിൻ്റെ പലകളൊക്കെ അറുത്തിട്ട് നമ്മളതിനെ ചുമര് പോലെയൊക്കെ ഉണ്ടാക്കി, റൂഫ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോപ്പിയ എന്ന് പറയുന്ന മരം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൂടുതലും കണ്ടുവരുന്നത് മദ്രാസിലും കേരളത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്, ഹോപ്പിയ എന്ന് പറയുന്ന മരം. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ജസ്റ്റ് ഇപ്പോൾ ഇത് നമുക്ക് തിയറിയിലുള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മരങ്ങളെക്കുറിച്ചും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ ടിമ്പറിനെ കുറിച്ചും, ഇൻഡസ്ട്രിയലിൽ അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളുടെ പേരുകളെക്കുറിച്ചും, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും, നാച്ചുറലി ലഭിക്കുന്ന മരത്തിനെക്കുറിച്ചും, ആ മരം ഉപയോഗിക്കുമ്പോൾ
കേടുപാട് കൂടാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മളിപ്പോൾ പഠിച്ചത്. അതായത് സീസണിങ് ഉൾപ്പെടെ ഉള്ള മരങ്ങളുടെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത്. നാച്ചുറൽ സീസണിങ് ആയാലും ആർട്ടിഫിഷ്യൽ സീസണിങ് ആയാലും ഇനി അതിന് ശേഷം നമ്മൾ അതിൽ കൊടുക്കുന്ന പ്രിസർവേറ്റീവ്സ് ആയാലും നമ്മൾ എങ്ങനെയാണ് ഡിഫക്റ്റ് അല്ലേ, മരത്തിനുണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്താണ്, ആ ഡിഫക്റ്റുകൾ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്താണ്, പിന്നെന്താണ് ടിമ്പറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ചാപ്റ്റർ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ടിമ്പർ എന്ന് പറയുന്നത്. കാരണം ടിമ്പറിൽ നിന്ന് സാധാരണ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ആവാം. ടിമ്പറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞതാണ്. എക്സോജീനിയസും എൻഡോജീനിയസും അല്ലേ. എക്സോജീനിയസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം പിന്നെ ഞാൻ ഒരിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് നമ്മുടെ ഘടന വരച്ചിട്ട് സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതൊന്ന് വരച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി അത് ഒന്ന് പഠിച്ച് വെക്കണം. കാരണം അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, പിന്നെ സീസണിങ് രണ്ട് രീതിയിൽ, നാച്ചുറലും ആർട്ടിഫിഷ്യലും അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യലിൽ തന്നെ 4 തരം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്കതിൽ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ടിമ്പർ, അതായത് ഇൻഡസ്ട്രിയൽ ടിമ്പറിൽ നമുക്ക് 5 തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 5 തരം എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നോട്ട് ചെയ്തിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് പറയണത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് തരാം. ഇതിപ്പോൾ വലിയ ചാപ്റ്ററാണ്, പക്ഷെ നമ്മളത് സോർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസൊക്കെ സോർട്ട് ചെയ്ത് തരാം. എന്നാലും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെറുതെ ഫ്രീ ടൈം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ടിമ്പറിൻ്റെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.